നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇറാനും പശ്ചിമേഷ്യയുമായുള്ള യുദ്ധങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ നാടുകളിൽ ഗ്യാസ് ലഭിക്കാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് ഗ്യാസ് ബുക്ക് ചെയ്യാനും. നമ്മൾ മുമ്പെല്ലാം ചെയ്തിരുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു കോൾ ചെയ്യുകയും അത് ഓട്ടോമാറ്റിക്കായി ബുക്ക് ചെയ്യുമായിരുന്ന രീതിയിൽ നിന്ന് മാറിയപ്പോൾ പല രൂപകളിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഗ്യാസുകൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ചെയ്യേണ്ട ഗ്യാസ് മസ്റ്ററിംഗ് ഈ വർഷം തുടങ്ങിയിട്ടുമുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാസ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമാണ് ഗ്യാസ് മസ്റ്ററിങ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇനി ഗ്യാസ് ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനെ പോയി നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ഇത് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തതിന് 50 രൂപയാണ് ഇതിന് ഫീസ് ഈടാക്കുന്നത്. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ബുക്ക്, ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് ചെന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഏജൻസി ഓഫീസുകളിലും ഇതിന് സൗകര്യമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് മസ്റ്ററിങ് പൂർത്തിയാക്കുക. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യമെല്ലാം മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത പ്രവാസികളായ ഒരുപാട് ആളുകളുണ്ട്. അവർ നാട്ടിൽ വരുന്ന സമയത്ത് അവരുടെ പേരിലായിരിക്കാം ചിലപ്പോൾ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുണ്ടാവുക. ആ സിം അവരുടെ കൈവശവുമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ പേരുള്ള കണക്ഷൻ മറ്റ് വീട്ടിലുള്ള മറ്റംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിനവർ അവിടെ ഗൾഫിൽ താമസിക്കുന്ന താമസരേഖയായ ഇക്കാമ അല്ലെങ്കിൽ ദുബായിൽ ഐഡിയ പോലത്തെ അവരുടെ താമസരേഖയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും, അതുപോലെ തന്നെ നാട്ടിലുള്ള പുതിയ ആരെയാണ് ആക്കുന്നത് അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓണർഷിപ്പ് മാറ്റാൻ സാധിക്കും. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ പേരിലാണ് പുതിയത് മാറ്റിയത് അവർ മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പിന്നീട് ഗ്യാസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതും ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. ഇങ്ങനെ മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അതാത് ഏജൻസിയുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഫോൺ ബുക്കിംഗ് മറ്റു സൗകര്യങ്ങളും ഇപ്പോൾ ലഭിക്കുന്നില്ല. ചില സമയങ്ങളിൽ ലഭിക്കുന്നുമുണ്ട്. ഏതായാലും ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്താൽ നിങ്ങൾക്കും പിന്നീട് ഗ്യാസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ വിലയിലും ഇനി അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 14 കിലോ തൂക്കത്തിലുമെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ അറിയിപ്പിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.